ഒരു രാജ്യത്തെ മുഴുവൻ കൃഷിയിടങ്ങളെയും ജനജീവിതത്തെയും മുട്ടുകുത്തിക്കാൻ ഒരു ചെറിയ എലിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വരൾച്ചയും വെള്ളപ്പൊക്കവുമല്ല. ഇന്ന് ഓസ്ട്രേലിയ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ലക്ഷക്കണക്കിന് എലികളുടെ കൂട്ടയോട്ടമാണ്. വീടുകൾ, കാർഷിക യന്ത്രങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി എല്ലായിടത്തും എലികൾ മാത്രം. കർഷകർ ഇതിനെ വിളിക്കുന്നത് മൗസ് പ്ലേഗ് എന്നാണ്. പശ്ചിമ ദക്ഷിണ ഓസ്ട്രേലിയൻ മേഖലകളിലാണ് ഈ എലി അധിനിവേശം ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെയുണ്ടായ റെക്കോർഡ് വിളവെടുപ്പാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത്. ഗോതമ്പും ബാർലിയും പാടങ്ങളിൽ സമൃദ്ധമായി വിളഞ്ഞപ്പോൾ എലികൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും അനുകൂല കാലാവസ്ഥയും ലഭിച്ചു. ഒരു എലിക്ക് വെറും 6 ആഴ്ച പ്രായമാകുമ്പോൾ തന്നെ പ്രജനന ശേഷി ഉണ്ടാകും. ഓരോ 20 ദിവസത്തിലും 10 വരെ കുഞ്ഞുങ്ങൾക്ക് ഇവ ജന്മം നൽകും. സാധാരണ ഒരു ഹെക്ടറിൽ 800 എലികൾ ഉണ്ടാകുമ്പോൾ തന്നെ പ്ലേഗ് അവസ്ഥയായി കണക്കാക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഹെക്ടറിൽ 10,000 വരെ എലികളാണ് ഉള്ളത്. രാത്രികാലങ്ങളിൽ പാടങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് എലികളാണ് ഇരച്ചെത്തുന്നത്. കർഷകർ വിതയ്ക്കുന്ന വിത്തുകൾ മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇവ പൂർണ്ണമായും തിന്നു തീർക്കുന്നു. അടുത്ത ദിവസം രാവിലെ പാടത്തെത്തുമ്പോൾ വിതച്ച വിത്തുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്ന ഭീതിജനകമായ കാഴ്ചയാണ് കർഷകർ കാണുന്നത്. ഇതുവഴി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. ഇതിനൊപ്പം ഇന്ധനവില വർധനവും വളങ്ങളുടെ വിലക്കയറ്റവും കൂടിയായപ്പോൾ ഓസ്ട്രേലിയൻ കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലായി. സാമ്പത്തിക നഷ്ടത്തേക്കാൾ കർഷകരെ തളർത്തുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ്. രാത്രിയായാൽ വീടിന്റെ ചുവരുകൾക്കുള്ളിലും സീലിംഗിലും എലികൾ ഓടുന്ന ശബ്ദം കാരണം ആളുകൾക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. എയർ കണ്ടീഷണറുകൾ, അലമാരകൾ, അടുക്കളകൾ എന്നിവയെല്ലാം എലികൾ കീഴടക്കി കഴിഞ്ഞു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ നമുക്ക് വീടുകളിൽ അഭയം തേടാം. എന്നാൽ ഇവിടെ വീടിനകത്തും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഈ പ്രതിസന്ധി നേരിടാൻ സർക്കാർ ശക്തമായ എലിവിഷങ്ങൾ പ്രയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. എങ്കിലും കടുത്ത ശൈത്യകാലത്തിന്റെ വരവും പാമ്പുകൾ, മൂങ്ങകൾ തുടങ്ങിയ ഇരപിടിയന്മാരുടെ എണ്ണം കൂടുന്നതുമാണ് ഇനി ഈ എലിക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഏക വഴി എന്ന് കരുതുന്നു. ഒരു ചെറിയ ജീവി വിചാരിച്ചാൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ തകിടം മറിക്കാം എന്നതിന്റെ തെളിവാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നടക്കുന്നത്.